നമസ്കാരം, ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനൊരു മുദ്രയാണ് അവതരിപ്പിക്കുന്നത്. നവരാത്രി കാലമാണ്, വിജയദശമി, വിജയത്തിന്റെ ദിനമാണെന്ന്. വിജയദശമി ദിനത്തിൽ ഭഗവതിയുടെ, ദുർഗാദേവിയുടെ മറ്റൊരു പേരായിട്ടുള്ള ശക്തി എന്ന പേരിനെ അധികരിച്ചുകൊണ്ടുള്ള മുദ്രയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. ശക്തി മുദ്ര. അധികാരവും ബലവും ചേരുന്നതാണ് ശക്തിമുദ്ര. ശക്തിമുദ്ര ചെയ്യുക വഴി ശരീരത്തിന് നല്ല ബലവും മനസ്സിന് നല്ല നിയന്ത്രണവും അതുവഴി നമുക്ക് ഉയർച്ച നേടാനും ഒക്കെ സാധിക്കുന്ന ഒരു മുദ്രയാണിത്. മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പരിചയപ്പെടുത്തുന്നതിനും മുദ്രയുടെ പ്രയോജനങ്ങൾ നിങ്ങൾക്കായിട്ട് അറിയിക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അത് മറ്റുള്ളവർക്ക് പ്രയോജനത്തിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് ശക്തിമുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പരിശോധിക്കാം. ശക്തിമുദ്ര രണ്ട് കൈയും ഒരുമിച്ച് പിടിച്ചുകൊണ്ട്, ഒരുമിച്ച് ചേർത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു മുദ്രയാണ്. മറ്റു മുദ്രകൾ ചെയ്യുന്നത് പോലെ പ്രത്യേകമായിട്ട് ഇരു കൈയിലും അല്ല ചെയ്യുന്നത്. ഇത് രണ്ട് കൈകളും കൂടെ ചേർത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു മുദ്രയാണ്. അപ്പോൾ അതിനായിട്ട് രണ്ട് കൈയിലെയും തള്ളവിരലുകൾ കൈവെള്ളയിൽ അമർത്തി വെക്കുക. അതിന് ശേഷം ചൂണ്ടുവിരലും നടുവിരലും ഇപ്രകാരം തള്ളവിരലിന് മുകളിലായിട്ട് വെക്കുക. വളരെ അധികം അമർത്താൻ പാടില്ല, എന്നാൽ ചെറിയ രീതിയിൽ അമർത്തി വെക്കുക. അതിനുശേഷം ചെറുവിരലിന്റെയും മോതിര വിരലിന്റെയും അഗ്രഭാഗങ്ങൾ ഇപ്രകാരം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മറ്റ് വിരലുകൾ, കൈയുടെ ഭാഗങ്ങൾ ഇതുപോലെ അകത്തി വയ്ക്കുക, അകത്തി പിടിക്കുക. ഇപ്രകാരം അകത്തി പിടിച്ചതിന് ശേഷം നെഞ്ചോട് ചേർത്ത് ഇരു കൈകളും വയ്ക്കുക. വച്ചതിന് ശേഷം നമുക്ക് കണ്ണടച്ചിരുന്നോ അല്ലാതെയോ ഒക്കെ ശ്വാസഗതി ശ്രദ്ധിക്കുക, ദീർഘശ്വാസം എടുത്തുവിടുക. ശ്വസന വ്യവസ്ഥയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്രകാരം ഇരിക്കുക. ഇങ്ങനെയാണ് ശക്തിമുദ്ര ചെയ്യേണ്ടത്. ഒന്നുകൂടെ നോക്കാം. തള്ളവിരലുകൾ രണ്ടും മടക്കി കൈവെള്ളയിൽ ഇതുപോലെ വെക്കുക. അതിനുശേഷം ചൂണ്ടുവിരലും നടുവിരലും ഇപ്രകാരം തള്ളവിരലിന് മുകളിലായിട്ട് മടക്കി അമർത്തി വയ്ക്കുക. അധികം അമർത്താൻ പാടില്ല. അതിനുശേഷം മോതിര വിരലും ചെറുവിരലും ഇപ്രകാരം അഗ്രങ്ങൾ തമ്മിൽ യോജിപ്പിച്ചു വയ്ക്കുക. മറ്റ് വിരലുകളുടെ ഭാഗങ്ങളെല്ലാം, കൈകളുടെ ഭാഗങ്ങളെല്ലാം ഇപ്രകാരം അകത്തി പിടിക്കുക. അതിനുശേഷം നെഞ്ചോട് ചേർത്ത് ഇരു കൈകളും വയ്ക്കുക. സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഏതെങ്കിലും യോഗാസനത്തിൽ ഇരിക്കാം, അതല്ലെങ്കിൽ കസേരയിൽ സാധാരണ ഇരിക്കുന്നത് പോലെ ഇരിക്കാം. ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു മുദ്രയാണിത്. ഈ മുദ്ര നിങ്ങൾ 15 മിനിറ്റ് വരെ, 10-15 മിനിറ്റ് നിത്യം ചെയ്യുക. ഈ മുദ്രയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പൊ ഇപ്രകാരം കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ധ്യാനത്തിലേക്കോ അല്ലെങ്കിൽ മന്ത്രജപത്തിലേക്കോ അതുമല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ശ്വാസഗതി ശ്രദ്ധിച്ചുകൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. മുദ്രയുടെ പ്രയോജനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഇനി നമുക്ക് ഈ മുദ്ര ചെയ്താൽ എന്തെല്ലാം പ്രയോജനങ്ങളാണ് കിട്ടുന്നത് എന്ന് പരിശോധിക്കാം. ക്രമമല്ലാത്ത ഉറക്കക്കുറവുള്ളവർക്ക് ഈ മുദ്ര ചെയ്യുന്നത് വഴി ഉറക്കം നന്നായിട്ട് നടക്കുന്നതിന് സഹായിക്കുന്ന ഒരു മുദ്രയാണിത്. നമ്മുടെ ശരീരത്തിലെ പെൽവിക് ഏരിയ, ഉദരത്തിന്റെ അടിഭാഗം, അടിവയറിന്റെ ആ ഭാഗങ്ങളിൽ ക്രമപ്പെടുത്തുന്നതിനും അതിന്റെ ആന്തരിക അവയവങ്ങളെ ക്രമപ്പെടുത്തുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു മുദ്രയാണിത്. മനസ്സും നാഡീവ്യവസ്ഥയും ഒക്കെ സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിന് സഹായിക്കുന്ന ഒരു മുദ്രയാണിത്. ദുർഗാ ഭഗവതിയുടെ പേരിലുള്ള മറ്റൊരു പേരായിട്ടുള്ള ശക്തി എന്ന പേരിലുള്ള ഈ മുദ്ര ചെയ്യുക വഴി ശക്തിയും ബലവും അധികാരവും ഒക്കെ നേടാൻ സഹായിക്കുന്നതാണ് ഈ മുദ്ര. ഈ മുദ്ര നിത്യം ചെയ്യുക. എല്ലാവർക്കും ഇതിന്റെ പ്രയോജനങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.